കുഴപ്പമില്ലല്ലോ. 1 മിനിറ്റ്. അല്ല ഇതാരാ? കൂട്ടുകാരുടെ ഭാര്യ. പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഒന്നും അറിയത്തില്ലല്ലേ? എന്തോന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, പറ്റുമെങ്കിലൊരു മോർണിംഗ് ഷോ. ഇനി ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ്. തരട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. ഈ കോളേജ് പെൺകുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. പിള്ളേരുടെ സ്വഭാവം. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആളെന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ. ഞാൻ പിന്നെ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് എന്ത് മേടിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആണ്. ലൈക് ഷഡ്ഡിയല്ലേ സാർ? സൈസ് എത്ര? എന്തുകൊണ്ട് തലക്ക് യോജിച്ച പെണ്ണ് തന്നെ. അത് ആൾക്ക് ഓൺലി ഫാൻസ് ഉണ്ട്. അപ്പൊ അണ്ടർവെയർ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. ഇനി മുതൽ ബെസ്റ്റ് അല്ല, ലവേഴ്സ്. നീ എന്റെ ലവറായ പൊളിക്കും. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്. അഫ്കോഴ്സ് എന്നെ ആള് കവർ ചെയ്യിപ്പിച്ചു. ആ ഷോള് നേരിട്. ഇത് ഇങ്ങനെയാണ് എന്റെ മോളിച്ച് ഷോള് നേരിട്. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ. നല്ലൊരു ടെസ്റ്ററാ. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഹാൻഡ്ലിങ് യുവർ പെയിൻ ടെസ്റ്റ് ആണ്. ഹീൽസ് ഇട്ട് എന്റെ കാല് വേണിക്കുന്നത് പറഞ്ഞപ്പോ ആൾ ആ ഹീൽസും കയ്യിൽ പിടിച്ച് ത്രൂ ഔട്ട് നടന്നു. എന്റെ ചെരുപ്പ് തൊടിയിച്ചില്ല. നിന്റെ പുണ്യപാദങ്ങളിൽ മൺതരി പോലും പറ്റാതെ ചെരുപ്പായിട്ട് കാത്തോളാം. കർത്താവേ, 100 രൂപയുണ്ട്, ഞാനുണ്ട്. അവള് കത്തി വെക്കാതെ കാത്തോളണേ. ആളെ ലിറ്ററലി ബ്ലാക്ക് മൂഡ് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. എനിക്ക് ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ എടുത്ത് വെച്ചു തന്നു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. അതെ, നല്ല ബില്ല് വരും. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഞാൻ ഇന്ന് എന്റെ വേറൊരു ഇൻസ്റ്റാ ഫോളോവറിന്റെ കൂടെ ഒരു ഡേറ്റിംഗിന് വന്നേക്കാണ്. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഡേറ്റിംഗിന് പോവാണ്. ഞാൻ ഇന്ന് എന്റെ ഒരു ഇൻസ്റ്റാ ഫോളോവറിന്റെ കൂടെ ഡേറ്റിംഗിന് പോവാണ്. എല്ലാരും കൊണ്ട് ഒരുങ്ങി നിൽക്കല്ലേ? അത് തിരക്കണ്ടല്ലോ. ഒരാളൊരു വഴിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങാം. കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ? എന്നിട്ടും മനസ്സിലായില്ല. ലോണുകൾ എടുത്ത് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.